കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ടാസ്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ആ ടാസ്ക് എന്ന് പറയുന്നത് പല ഷേപ്സിലുള്ള ഒരു കളങ്ങൾ ഉണ്ടാവും. സോ നമ്മുടെ അവതാരകയായിട്ടുള്ള റിനീഷ ഒരു നമ്പർ പറയും. ആ നമ്പർ പറയുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് ഇപ്പോൾ 3 എന്നാണ് പറയുന്നതെങ്കിൽ ഇവർ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും ഗെയിം കളിക്കേണ്ടത്. പക്ഷേ 3 എന്ന് പറയുമ്പോൾ കൂടെ രണ്ടുപേരെ കൂടെ കൂട്ടിയിട്ട് ആ കളത്തിനകത്ത് കയറി നിൽക്കണം. കൂടുതൽ ആളുകളെ കയറ്റാനും സമ്മതിക്കരുത്. 3 എന്ന് പറയുന്നതിൽ എണ്ണം കുറയാനും പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഔട്ട് ഹൗസിലേക്ക് പോകും, പുറത്താവും. സോ അങ്ങനെ ടാസ്ക് ആദ്യം 3-ൽ തുടങ്ങുന്നു. ചിലർ ഔട്ടാവുന്നു. അത് കഴിഞ്ഞ് അടുത്ത് 5 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുന്നു. അപ്പോൾ വളരെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഷിബിനെയും അതുപോലെ പൂജയും ചേർന്നുകൊണ്ട് ഓപ്പോസിറ്റ് ടീമിനെ, ആദ്യം ഇവർക്ക് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ 2 ബോക്സിൽ 5 പേര് വീതം ഉണ്ടായിരുന്നു. അതിൽ 5 പേരുണ്ടായിരുന്ന ഒരു ടീമിനെ പൊളിച്ച് 2 പേരെ ഇവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ കോളത്തിൽ 5 തികയ്ക്കുന്നു. അങ്ങനെ ഇവരതിനകത്ത് ജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 6 എന്ന് പറയുന്ന ഒരു നമ്പർ വരുന്ന സമയത്ത് ഈ പൂജയും ഷിബിനെയും അതുപോലെ വേറൊരു കണ്ടസ്റ്റന്റ് മാത്രം ഒരു ബോക്സിൽ വരുന്നു. ബാക്കിയുള്ള കളങ്ങളിൽ 6 പേരൊക്കെ വെച്ച് വരുന്നുണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് പൂജയും ഷിബിനെയും കൂടെ ഏതെങ്കിലും ഒരു ബോക്സിൽ നിന്ന് ആളുകളെ കൂടെ നിർത്താൻ പറ്റുമോ എന്ന് നോക്കുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആവുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പൂജയും ഷിബിനെയും മറ്റേ 6 എണ്ണം തികഞ്ഞ ആ ഒരു കളത്തിനകത്തേക്ക് കയറിക്കൂടാൻ ശ്രമിക്കുന്നു. പൂജയ്ക്ക് അതിന് കഴിയുന്നില്ല, ഫെയിലാവുന്നു. അതിനകത്ത് ഷിബിന കയറിക്കൂടുന്നു. ഇത് കഴിഞ്ഞിട്ട് പൂജ ഫെയിലായിട്ട് വീണ്ടും ആ പഴയ അവരുടെ ബോക്സിലേക്ക് പോയി നിൽക്കുന്നു. പിന്നെ പാർവതിയും വേറൊരു കണ്ടസ്റ്റന്റും കൂടെ എന്ത് ചെയ്യാണ്, ഇവർക്കൊപ്പം പോവാണ്. ഇവരെന്നിട്ട് അവിടെ നിന്നിട്ട് ഷിബിനെ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചിട്ട് ഷിബിന പോകുന്നില്ല. കാരണം ഷിബിന ഇരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് ഓൾറെഡി 6 പേര് തികഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷിബിന ഇപ്പോൾ ഫ്രണ്ട്സ് വിളിക്കുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് പോവാണെങ്കിൽ അവിടെ 4 പേരെ ആവുള്ളൂ. ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഷിബിന അവിടെ തന്നെ ഇരുന്നു. ഒടുവിൽ ടാസ്ക് അവസാനിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷിബിന ജയിക്കുന്നു. അതിന് തൊട്ട് മുമ്പത്തെ റൗണ്ടിൽ ഷിബിനയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഫെയിൽ ആവുകയാണ്, പാർവതി അടക്കമുള്ളവർ. സോ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിരുന്നു. അവിടെ സ്വാഭാവികമായിട്ട് പാർവതിയും ഒപ്പം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസും രണ്ടുപേരും ഷിബിനെ ബ്ലെയിം ചെയ്യുകയാണ്, ഷിബിനെ ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷിബിന പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എന്നെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെന്നെ മനസ്സിലാക്കും, നിങ്ങളല്ലേ എന്നെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഇറക്കുന്നുണ്ട്. എന്തുവാടേ ഇത്, അങ്ങ് അഭിനയിച്ച് തകർക്കാണ്. MGR പാത്രക്ക്, ശിവാജിയെ പാത്രക്ക്, രജനിയെ പാത്രക്ക്, കമലിനെ പാത്രക്ക്, ഉന്നമാതിരി ഒരു നടികനെ പാത്തതേ ഇല്ലടാ എന്ന് പറയുന്നൊരു ഡയലോഗ് പോലെ ഷിബിന ഒരു രക്ഷയുമില്ല. ഗെയിമിന്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ചെയ്തതാണ് ഏറ്റവും മികച്ച ഗെയിം. കാരണം ഓൾറെഡി ടാസ്ക് കൊടുക്കുന്ന സമയത്ത് അതൊരു ഇൻഡിവിജ്വൽ ടാസ്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലും കൂടെയുള്ള ആളുകളെ കൂടെ ചേർത്തുകൊണ്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുക. ഷിബിന ആദ്യം അറ്റംപ്റ്റ് ചെയ്തത് കൂടെ ആദ്യം കളിച്ച സ്ട്രാറ്റജിയിൽ 2 പേരെ അടർത്തി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അത് കിട്ടിയില്ല. അതായത് ഒഴുക്കിനെതിരെ നീന്താൻ പറ്റിയില്ലെങ്കിൽ ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറഞ്ഞ പോലെ ഷിബിന ആ ഒരു ഗ്രൂപ്പിനൊപ്പം തന്നെ അങ്ങ് പോയി. അങ്ങോട്ട് അവരെ വേർപെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച ഷിബിന നേരെ പോയി അതിനകത്ത് അങ്ങിരുന്നു. ആ ഗ്രൂപ്പിൽ 6 പേര് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. അതിൽ പാർവതി കൂടി എന്ത് ചെയ്തു, വലിയ വുമൺ പവർ കാണിക്കാനായിട്ട് ഇപ്പുറത്തോട്ട് അങ്ങ് ചാടിപ്പോയി. പക്ഷേ പിന്നീട് പാർവതിക്കോട്ട് കയറാനും പറ്റിയില്ല. സോ ഷിബിന നൈസായിട്ട് ആ ഒരു ഘട്ടത്തിൽ ജയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഷിബിന ഒരു അടിപൊളി BB മെറ്റീരിയൽ ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം സീസൺ 8-ൽ നമുക്ക് ഷിബിനെ കാണാൻ പറ്റുമോ എന്ന്.